ഞാൻ പറഞ്ഞ സ്ഥലം തേണ്ട ഇതാണ് ആ സ്ഥലം. ഇത് നല്ല സെറ്റപ്പ് ഒരു ഏരിയ ആണ്. അവിടെയായിട്ട് 2 ചായക്കടയൊക്കെ ഉണ്ട്. ചായയും കടിയൊക്കെ കഴിച്ച് സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കാം. എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല, സ്ഥലത്ത് പോകുന്ന കാര്യം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പം ഞാനുണ്ട്, നമ്മുടെ കുഞ്ഞുണ്ണിയുണ്ട്, നല്ല മഴയും വരുന്നുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്തെത്തും. പോയേക്കാം. ഞാൻ പറഞ്ഞ സ്ഥലം തേണ്ട ഇതാണ് ആ സ്ഥലം. അതെ, ഈ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാണാൻ നല്ല രസമുള്ള സ്ഥലം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം അങ്ങ് തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ സ്ഥലം കാണാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ അങ്ങോട്ട് പോയി നോക്കാം. ഇത് കനാലാണ്. ഇപ്പോൾ വെള്ളം നല്ല രീതിക്ക് കുറവാണ് ഇവിടെ. പക്ഷേ ഈ ഒരു ഏരിയ ഇത് ഫോട്ടോ സ്പോട്ടിനൊക്കെ അല്ല കിട്ടുന്ന ഏരിയ. കുഞ്ഞുണ്ണി, ഇത് ഫോട്ടോ സ്പോട്ടിനൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ഏരിയ. നമ്മൾ താണ്ട് വണ്ടി അവിടെ കൊണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നിങ്ങി പോകുന്നു. ഞാൻ 2-3 ഇതുവഴി പോയപ്പോൾ ഞാൻ ഇതുവഴി ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും നടന്നില്ല. വൈകുന്നേരങ്ങളിൽ ഒന്നെങ്കിൽ സൺസെറ്റ് ആ ഒരു ടൈമിൽ ഒക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ രാവിലെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇത് നല്ല രസമുണ്ട് ഈ മരം നിൽക്കുന്ന കാണാനായിട്ട്. നല്ല സെറ്റപ്പ് സ്പോട്ടാണിത്. വെള്ളമൊക്കെ നല്ല രീതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പുറത്തോട്ടൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും നമ്മൾ അങ്ങോട്ടങ്ങ് പോകുന്നില്ല. നമ്മൾ ഈ ഒരു ഭാഗം വരെ വരുന്നുള്ളൂ. ഇത് കാണിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് സെറ്റപ്പ് സ്ഥലമാണ് എന്നൊക്കെ. നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. ഈ ഭാഗം മൊത്തം നല്ലൊരു ഏരിയ. താഴെ ചീരയാന്ന് തോന്നുന്നു, ചീരകൃഷിയാന്ന് തോന്നുന്നു. നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ കയറി വരുന്നു. നമ്മളെ കനാലിൽ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി പോകുന്നത് കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ട് ഒരു നല്ലൊരു സ്ഥലങ്ങളുണ്ട്. നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന, നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ പോയി കട്ടങ്ങ് വരാനേ. ഞാൻ ആ പറഞ്ഞ സ്ഥലം എന്താണ്, ഈ ഏരിയ സെറ്റപ്പ് ഏരിയയാണ്. ഇത് നല്ല സെറ്റപ്പ് ഒരു ഏരിയ ആണ്. വീടിൻ്റെ അടുത്തുള്ളൊരു കണ്ടം പോലെ തന്നെ ഉള്ളൊരു ഭാഗമാണിത്. ഈ വഴി ഇനി നേരെ കയറി ചെല്ലുന്നത് കോഴഞ്ചേരിക്കായിട്ടങ്ങ് ചെല്ലുക. ആ ഒരു റോഡാണിത്. അതിൻ്റെ സൈഡിലായിട്ട്, അതായത് എലവുന്തിട്ടേന്ന് കോഴഞ്ചേരിക്ക് പോകുന്ന വഴിയാണിത്. അതിൻ്റെ അവിടെയാണ് ഈ ഒരു വ്യൂ ഉള്ളത്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കാരണം അവിടെയായിട്ട് 2 ചായക്കടയൊക്കെ ഉണ്ട്. ചായയും കടിയൊക്കെ കഴിച്ച് സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കുക. ഇപ്പം നല്ല മഴക്കോളുണ്ട്, അതാണൊരു ഭംഗി കുറവ് മൊത്തത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടങ്ങ് പോയേക്കുവാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ 2 സ്ഥലം നിങ്ങളെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ പിടിച്ചെന്ന് ഒരുങ്ങി സാധനമെല്ലാം എടുത്ത് ബാക്ക് ടു മുണ്ടക്കയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയും വളരെ ചുരുങ്ങിയ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ വീഡിയോയും അതായത് ആശുപത്രി കാര്യം മാത്രമേ ഉള്ളൂ. നാളെ ഇനി നമുക്ക് പാലാ വരെ പോകണം. പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ നമുക്ക് വഴി ഉണ്ടാകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്തുവാ, അതെ, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകണം. അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ കാണിച്ചു തന്നേക്കാം. മഴ വരുന്നുണ്ട്, നല്ല മഴയുണ്ട്. ഇപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ പോയിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ടാറ്റ ബേബി.